എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര തൃക്കേക്കാട്ട് ശ്രീരാമ ഹനുമത് ദേവസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് അവതരിപ്പിക്കുന്ന രാമായണ പ്രഭാഷണ പരമ്പരയിൽ 15ാം ദിവസമായ ഇന്ന് പ്രഭാഷണം അവതരിപ്പിക്കുന്നത് അഭിന, അരുന്ധതി എം നായർ രണ്ടുപേരാണ്. പ്രഭാഷണത്തിന് ശേഷം രാമസന്ധ്യാനാമം ചൊല്ലുന്നത് ഗൗരി ലക്ഷ്മി, സൂര്യനാരായണൻ, രാജേശ്വരി എന്നിവരാണ്. എല്ലാ കുട്ടികളും മഠത്തിലെ ക്ലാസ്സുകളിൽ വളരെ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളാണ്. ഇവരുടെ പാരൻസ് വളരെയധികം താല്പര്യം കാണിക്കുന്ന കുട്ടികളെ ഈ ഒരു വഴിയിലേക്ക് കൊണ്ടുവരുവാനായി വളരെയധികം അവര് അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ട്. നമ്മുടെ സന്തോഷം അവരെ അറിയിക്കുന്നു. കുട്ടികളെ പരിപാടി അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. അഭിന, അരുന്ധതി എന്നിവര് വീഡിയോ ഓൺ ചെയ്ത് പ്രാർത്ഥന ചൊല്ലിയിട്ട് പ്രഭാഷണം തുടങ്ങാം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. ശ്രീരാമനും ലക്ഷ്മണനും സീതാ സമീപത്ത് നിന്ന് പോയി എന്നറിഞ്ഞ രാവണൻ എന്താണ് ചെയ്തത്? മാരീചൻ താൻ നിർദ്ദേശിച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തതിൽ രാവണൻ അത്യധികം സന്തോഷിച്ചു. രാമനും ലക്ഷ്മണനും ഇല്ലാത്ത തക്കം നോക്കി ഒരു ഭിക്ഷുവിന്റെ വേഷത്തിൽ രാവണൻ സീതയ്ക്കരികിലെത്തി. രാവണൻ സീതയെ ഒരുപാട് പ്രശംസിച്ച ശേഷം ഭവതി ആരാണെന്ന് ചോദിച്ചു. രാവണന്റെ വേഷം ഭിക്ഷുവിൻ്റെതായതിനാൽ അതൊരു ബ്രാഹ്മണൻ എന്ന് വിചാരിച്ച് സീത പറഞ്ഞു, ഞാൻ മിഥിലാധിപനായ ജനകന്റെ മകൾ. എന്റെ പേര് സീത. ഞാൻ ശ്രീരാമന്റെ പ്രിയ പത്നിയാണ്. പിന്നെ ഇപ്പോഴത്തെ വനവാസ കാര്യവും ശ്രീരാമ മഹിമകളും എല്ലാം പറഞ്ഞ് ആ കപട ബ്രാഹ്മണനെ പറഞ്ഞു കേൾപ്പിച്ചു. സീതയുടെ വിവരണം കേട്ട രാവണൻ പറഞ്ഞു, ദേവന്മാരെയും അസുരന്മാരെയും മനുഷ്യരെയും വിറപ്പിച്ച രാക്ഷസ രാജാവ് രാവണനാണ് ഞാൻ. ഭവതിയെ ഞാൻ എന്റെ ഭാര്യയാക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇത് കേട്ട സീത കോപാവിഷ്ഠയായി. രാവണൻ തന്റെ ശരിയായ രൂപം ധരിച്ചു. പെട്ടെന്ന് സീതയെ അവിടെ പ്രത്യക്ഷപ്പെട്ട രാവണന്റെ സ്വർണരഥത്തിലേക്ക് എടുത്തു വെച്ചു. രഥം വിമാനം പോലെ ആകാശത്തേക്ക് ഉയർന്നു. സീത രാമ രാമ ലക്ഷ്മണ എന്ന് ഉറക്കെ കരഞ്ഞുകൊണ്ട് ആ രഥത്തിലിരുന്നു. രഥം സീതയും കൊണ്ട് ഉയർന്നു പോന്നു. പറന്നുകൊണ്ടിരിക്കുന്ന ആ വിമാനരഥത്തിലിരുന്ന് നാലുപാടും നോക്കിയപ്പോൾ ഒരു വൃക്ഷത്തിൽ ജടായു എന്ന പക്ഷിരാജാവ് ഇരിക്കുന്നതായി സീത കണ്ടു. ഉടനെ സീത ജടായുവിനെ വിളിച്ചു കരഞ്ഞു. രാവണനാണ് സീതയെ അപഹരിച്ചു കൊണ്ടുപോകുന്നത് എന്നറിഞ്ഞ ജടായു രാവണന്റെ അധർമ്മത്തെ വിഹിതമായി വിമർശിച്ചു. രാവണനാകട്ടെ ഇതൊന്നും ശ്രദ്ധിച്ചതേയില്ല. അപ്പോൾ ജടായു മാർഗതടസ്സം സൃഷ്ടിച്ചു. പിന്നീട് രണ്ടുപേർ തമ്മിൽ അതിഘോരമായ യുദ്ധമുണ്ടായി. യുദ്ധത്തിന്റെ നിയമങ്ങളെല്ലാം തെറ്റിച്ച് രാവണൻ വാളുകൊണ്ട് ജടായുവിന്റെ ചിറകരിഞ്ഞു കളഞ്ഞു. ജടായു മൃതപ്രാണനായി ഭൂമിയിൽ പതിച്ചു. രാവണൻ സീതാദേവിയെ കൊണ്ട് യാത്ര തുടർന്നു. അഭിന, രാവണൻ സീതയെ അപഹരിച്ച് എങ്ങോട്ടാണ് കൊണ്ടുപോയത് എന്ന് പറയാമോ? പറയാമല്ലോ. അതിലൂടെ അതിവേഗം സഞ്ചരിക്കുന്ന രഥത്തിൽ കരയുന്ന സീത കുറെ ദൂരം പോയപ്പോൾ ഒരു വലിയ മലയിൽ 5 വാനര ശ്രേഷ്ഠന്മാർ ഇരിക്കുന്നത് കണ്ടു. ഉടനെ സീതാദേവി തന്റെ പട്ട് മേൽമുണ്ട് വസ്ത്രവും കുറെ ആഭരണങ്ങളും അവരുടെ നടുവിലേക്ക് മുകളിൽ നിന്ന് താഴേക്കിട്ടു. ഇത് രാമൻ കാണിൽ ഇടവരുമെന്ന വിശ്വാസത്തോടെയാണ് ഇത് ചെയ്തത്. രാവണൻ ഇത് കണ്ടതുമില്ല. ആകാശമാർഗം ആ രഥം സുവർണ നഗരമായ ലങ്കയിലെത്തി. രാവണൻ സീതാദേവിയെ രാക്ഷസികളെ ഏൽപ്പിച്ച് ഇങ്ങനെ പറഞ്ഞു,
ഇവളെ എന്റെ സമ്മതം കൂടാതെ ആരും കാണരുത്. ഇവൾക്ക് ആഗ്രഹമുള്ളതെല്ലാം ചോദിക്കുമ്പോൾ ഉടനെ തന്നെ കൊടുക്കണം. എന്റെ ആജ്ഞയാണിത്. വൈദേഹിയോടാണെങ്കിലും അപ്രിയമായി പെരുമാറിയാൽ അവർ പിന്നെ ജീവനോടെ ഇരിക്കില്ല. പിന്നീട് രാവണൻ മഹാഘോര രൂപികളായ 8 രാക്ഷസന്മാരെ ഏൽപ്പിച്ച് രാക്ഷസ സങ്കേതമായ ജനസ്ഥാനത്തേക്ക് ആയുധങ്ങളുമായി പോകാൻ പറഞ്ഞു. ഖരദൂഷന്മാരെ വധിച്ച ശ്രീരാമ ലക്ഷ്മണന്മാരെ നമുക്ക് ഉടനെ വധിക്കാം, തയ്യാറാവുക. വീണ്ടും സീതയെ സമീപിച്ച് തന്റെ മഹിമകളെ കുറിച്ച് ധാരാളം വർണ്ണിച്ചു. രാവണ പത്നിയായാൽ സീതയ്ക്ക് ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ച് വർണ്ണനകൾ നടത്തി. അവസാനം പറഞ്ഞു, ഞാൻ ഇതുവരെയും ലോകത്തിൽ ആരുടെയും കാല് പിടിച്ചിട്ടില്ല. ഇപ്പോൾ ഇതാ ഞാൻ ഭവതിയുടെ പാദങ്ങളിൽ ശിരസ് മുട്ടിച്ച് പ്രണമിക്കാം. എന്റെ ആഗ്രഹം സാധിച്ചു തരും. എന്റെ രാജ്ഞിയായി ലങ്കയിൽ സസുഖം വാഴുക. അപ്പോൾ സീതാദേവി എന്തു പറഞ്ഞു? സീതാദേവി ഒരു പുല്ലെടുത്ത് അവിടെ മുന്നിൽ വെച്ച് പുല്ലിനോടായി പറഞ്ഞു, ഇക്ഷാഹ വംശത്തിൽ പിറന്ന ദിതിമാനായ രാമൻ ഭ്രാതാവായ ലക്ഷ്മണനോട് കൂടി ഞാൻ നിന്റെ പ്രാണനെടുത്തു. നീ എന്നെ കവർന്നു, രാമൻ നിന്റെ പ്രാണൻ കവരും. നേരിട്ട ശ്രീരാമനെ നീ കണ്ടിരുന്നുവെങ്കിൽ നീ ഖരനെ പോലെ വധിക്കപ്പെടുമായിരുന്നു. രാമന്റെ ധർമ്മപത്നിയായ എന്നെ നിനക്കൊരിക്കലും സ്പർശിക്കാൻ പോലും കഴിയില്ല. ഇങ്ങനെ കുറെ പരുഷവചനങ്ങൾ സീതാദേവി രാവണനോട് പറഞ്ഞു. ക്രുദ്ധനായ രാവണൻ പറഞ്ഞു, മൈഥിലി എന്റെ വാക്കു കേൾക്കുക. 12 മാസം സമയം തരാം. ഇതിനുള്ളിൽ ഭവതി എന്നെ സ്വീകരിക്കാത്ത പക്ഷം എന്റെ പാചകന്മാർ ഭവതിയെ കഷ്ണങ്ങളാക്കി നുറുക്കി പ്രഭാത ഭക്ഷണമായി തരും. എന്നിട്ട് രാക്ഷസിമാരോട് പറഞ്ഞു, ഇവളെ അശോകവനിയിലേക്ക് കൊണ്ടുപോകാം. അവിടെ കൊണ്ടുപോയി സംരക്ഷിക്കുക. അനുസരണമുള്ളവളാക്കി കൊണ്ടുവരിക. പിന്നീട് എന്താണ് സംഭവിച്ചത് ഒന്ന് പറയാവോ? സീതാദേവി അതീവ ദുഃഖിതയായി കാണപ്പെട്ടു. ഭൂമിയിലെ ഈ കാഴ്ചകളെല്ലാം കണ്ട ബ്രഹ്മദേവൻ ദേവേന്ദ്രനോട് എത്രയും വേഗം ഭൂമിയിൽ ലങ്കയിൽ പോയി സീതാദേവിക്ക് പ്രാണൻ നിലനിർത്തുവാൻ വേണ്ട സഹായം ചെയ്യണമെന്ന് പറഞ്ഞു. ദേവേന്ദ്രൻ നിദ്രാദേവിയോടൊപ്പം വേഷം മാറി ലങ്കയിൽ ചെന്നു. നിദ്രാദേവി സീതാ സമീപമുള്ള എല്ലാ രാക്ഷസികളെയും ഉറക്കത്തിലാക്കി. ദേവേന്ദ്രൻ ഹഗിർ ഭാഗമായി തനിക്ക് ലഭിച്ച അന്നം സീതാദേവിക്ക് കൊടുത്ത് ഇങ്ങനെ പറഞ്ഞു, ദേവി ഇത് ഭക്ഷിക്കൂ. ഇനി ശ്രീരാമൻ വന്ന് ഭവതിയെ കൂട്ടിക്കൊണ്ടുപോകും വരെ വിശപ്പോ ദാഹമോ ഭവതിക്കുണ്ടാകില്ല. ദേവേന്ദ്രൻ ദേവന്മാരുടെ അടയാളം കാണിച്ചു കൊടുത്തു. സീതാദേവി സന്തോഷത്തോടെ സമാധാനത്തോടെ ആ അന്നം വാങ്ങി രാമലക്ഷ്മണന്മാർക്ക് നിവേദ്യമായി അർപ്പിച്ച ശേഷം ഭക്ഷിച്ചു. രാമലക്ഷ്മണന്മാർ വന്ന് സീതയെ സ്വതന്ത്രമാക്കുമെന്നും ഒട്ടും പരിഭ്രമിക്കേണ്ട എന്നും ദേവേന്ദ്രൻ പറഞ്ഞ് അപ്രത്യക്ഷനായി. ഈ ദേവേന്ദ്ര സംഗമം സ്വപ്നാവസ്ഥയിലാണ്. അത് സീതാദേവിക്ക് വളരെയധികം ആശ്വാസം പകർന്നു. എനിക്ക് പ്രഭാഷണ പരമ്പരയിൽ പറയാൻ അവസരം തന്ന പരമേശ്വരൻ സാറിനും സാവ്യാർ മഠത്തിലെ എന്റെ എല്ലാ ഗുരുക്കന്മാർക്കും എന്റെ നന്ദി. സാറ് ഒരു കാര്യം പറയാം. പറഞ്ഞു. രാമായണ മാസത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ പ്രഭാഷണ പരമ്പരയിൽ എനിക്ക് പങ്കെടുക്കാൻ അവസരം തന്ന സ്വാമിയാർ മഠത്തിലെ എല്ലാ ഗുരുക്കന്മാർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കൂടാതെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥനായ പരമേശ്വരൻ സാറിനും നന്ദിയും സ്നേഹവും സാറിന്റെ പാതാരവിന്ദങ്ങൾ അർപ്പിക്കുന്നു. സാറ, എന്തായാലും നിങ്ങൾ രണ്ടുപേരും 2 പ്രഭാഷണം നേരത്തെ ഉള്ളതും ഇപ്പോഴത്തും എല്ലാം ഭംഗിയായിട്ട് ചെയ്തു. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുള്ളപ്പോ പിന്നെ ഞാൻ എങ്ങനെയാ ഇതിൽ നിന്ന് മാറി നിൽക്കുക? നിങ്ങളൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. നിങ്ങളെയൊക്കെ പറഞ്ഞു തരിക, നിങ്ങളതുപോലെ അനുസരിക്കുന്നു. വളരെ വളരെ സന്തോഷമുണ്ട്. നിങ്ങളൊരു മാതൃകയാണ് ഇല്ലേ? കുഞ്ഞു കുട്ടികൾ, വളർന്നു വരുന്ന കുട്ടികൾക്ക് നിങ്ങൾ ചേച്ചിമാരാണ് മാതൃക. വളരെ സന്തോഷം. ഈ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ ഒരു അവസരം ഇനിയും നമുക്ക് അവസരങ്ങൾ ഇനിയും ഉണ്ടാവും. തയ്യാറായിരിക്കുക. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഗൗരിക്കുട്ടിയുടെ രാമസന്ധ്യാനാമം കേൾക്കാം. ഗൗരിക്കുട്ടി. രാമ 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 രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാ വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി.
രാമ 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 പാഹി മാം രാഘവ മനോഹര മുകുന്ദ രാമ പാഹി മാം രാവണാന്തക മുകുന്ദ രാമ രാമ പാഹി മാം ഭക്തി മുക്തിദായക പുരന്ദരാദിസേവിത ഭാഗ്യവാരിദേ ജയ മുകുന്ദ രാമ പാഹി മാം ദീനതകൾ നീക്കി നീ അനുഗ്രഹിക്ക സാദരം മാനവശിഖാമണി മുകുന്ദ രാമ പാഹി മാം നിൻചരിതമോതുവാൻ നിലവിലോർമ്മ തോന്നണം പഞ്ചസായ കോപമ മുകുന്ദ രാമ പാഹി മാം ശങ്കര സദാശിവ നമ ശിവായ മംഗള ചന്ദ്രശേഖര ഭഗവൽ ഭക്തി കൊണ്ടു ഞാനിത രാമമന്ത്രമോതിടുന്നി താമയങ്ങൾ നീങ്ങുവാൻ രാമ രാഘവ മുകുന്ദ രാമ രാമ പാഹി മാം ഭക്തവത്സല മുകുന്ദ പത്മനാഭ പാഹി മാം പന്നഗാരി വാഹന മുകുന്ദ രാമ പാഹി മാം ശിക്ഷയോടു മത്സ്യമായ അവതരിച്ച മാധവ ഭക്ഷസംഗീതം ഭവിച്ച രാമ രാമ പാഹി മാം ധർമ്മമോടു മന്ദര മുയർത്തുവാഞ്ഞയങ്ങുടൻ കൂർമ്മമായ അവതരിച്ച രാമ രാമ പാഹി മാം പാരിടം പിളർന്നു ചെന്നു തേറ്റമേലി ഭൂമിയെ പന്നിയായി വീണ്ടുകൊണ്ട രാമ രാമ പാഹി മാം നാരസിംഹരൂപമായ അവതരിച്ച നീപുര നീതിയായി ഹിരണ്യനെ ഹനിച്ച രാമ പാഹി മാം ജഗത്രയങ്ങൾ മൂന്നടിയായങ്ങളെന്നു വാങ്ങുവാൻ ജാതനായ വാമന മുകുന്ദ രാമ പാഹി മാം ഭംഗിയോടു ഭൂമി തന്നെ ബ്രാഹ്മണർക്കു നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമ രാമ പാഹി മാം ഭൂമി ഭാരമാശു തീർത്തു രക്ഷ ചെയ്വതിന്നഹോ ബ്രഹ്മദേവനാൽ വരിച്ച രാമ രാമ പാഹി മാം ആകയോലയോധ്യമന്യനാം ദശരഥനുടെ ആത്മപുത്രനായി ജനിച്ച രാമ രാമ പാഹി മാം ദുഷ്ടരാം നിശാചര വധം കഴിച്ചു യാഗവും പുഷ്ടമായി മുടിച്ചു നീ മുകുന്ദ രാമ പാഹി മാം ഗൗതമന്റെ ശാപമേറ്റു കല്ലതായി കിടന്നൊരു കഞ്ചനേർമിഴിക്കു മോക്ഷമീണ്ട രാമ പാഹി മാം വിദേഹരാജമുൾപ്പുകിന്ദു വിശ്വനായകനുടെ വിൽമുറിച്ചു സീതയെ വരിച്ച രാമ പാഹി മാം അച്ഛനോടും അമ്മയോടും ആശീർവാദവും വഹിച്ചു തുച്ഛമായ വൽക്കലം ധരിച്ച രാമ പാഹി മാം ഭരതഭാഷിതം ശ്രവിച്ചു പൈതൃകർമ്മ തർപ്പണങ്ങൾ ഭക്തിയായി കഴിച്ച വീട് രാമ രാമ പാഹി മാം പാതുകം ഭരതനങ്ങു പൂജ ചെയ്തു കൊള്ളുവാൻ പ്രീതിയായി കൊടുത്തയച്ച രാമ രാമ പാഹി മാം ഭക്തനാം ജടായുവിനു മോക്ഷവും കൊടുത്തു പിന്നെ ശക്തനാം കബദ്ധനെ വധിച്ച രാമ പാഹി മാം ശബരിയാശ്രമേ ഗമിച്ചു സർവകാര്യവും ഗ്രഹിച്ചു ശബരിയും ഗതിയടഞ്ഞു രാമ രാമ പാഹി മാം സീതയോടു ചൊൽവതിഞ്ഞു ശില്പമായ വാക്യവും ചന്തമോടു ചൊല്ലിവിട്ട രാമ രാമ പാഹി മാം
ഇന്ദ്രജിത്തിനോടെതിർത്തു ബ്രഹ്മപാശമേറ്റതും ഇംഗിതത്തോടങ്ങറിഞ്ഞ രാമ രാമ പാഹിമ. ലങ്ക ചുട്ടു ഭസ്മമാക്കി വണ്ണമാരുതിക്കുടൻ സങ്കടങ്ങളാശു തീർത്ത രാമ രാമ പാഹിമ. വഞ്ചിറ തൊടുത്തു പിന്നെ വാത്സമോദമോടുവാൻ വാരിധി കടന്നു ചെന്ന രാമ രാമ പാഹിമ. കമ്പമാർന്ന രാവണന്റെ തമ്പിയായി വിലസിടുന്ന കുംഭകർണനെ ഹനിച്ച രാമ രാമ പാഹിമ. ഇന്ദ്രജിത്തിനെ വധിച്ച സുന്ദരകുമാരനായ ലക്ഷ്മണാഗ്രജ വിഭോ മുകുന്ദ രാമ പാഹിമ. ദുഷ്ടനാം ദശാനനന്റെ കണ്ഠവും മുറിച്ചു പിന്നെ ശിഷ്ടരക്ഷ ചെയ്തു കൊണ്ട രാമ രാമ പാഹിമ. രാക്ഷസകുലം മുടിച്ചു രക്ഷയും വസുന്ധരയ്ക്കു തൽക്ഷണേ വരുത്തി വച്ച രാമ രാമ പാഹിമ. അഗ്നിമണ്ഡലയിരുന്ന സീതയെ വഹിച്ചുകൊണ്ടു വന്നയോധ്യ പുക്കിരുന്ന രാമ രാമ പാഹിമ. രത്നമകുടവും ധരിച്ചു ദേവിയോടു കൂടവേ രത്നമഞ്ചമങ്ങതിൽ വസിച്ച രാമ പാഹിമ. രാജ്യവാസിയായവർക്കു പൂജനായിരുന്നു തത്ര രാജ്യപാലനം വഹിച്ച രാമ രാമ പാഹിമ. ഭക്തിയോടു സന്ധ്യനാമ കീർത്തനം കഥിച്ചു ഞാൻ മുക്തി വന്നിടാൻ മുകുന്ദ രാമ രാമ പാഹിമ. രാമ 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 പാഹിമ. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ. ഗൗരിക്കുട്ടി സൂപ്പറായി കേട്ടോ. ഗൗരിക്കുട്ടി ഇത്രയും അക്ഷരസ്ഫുടതയോടെ തെറ്റൊന്നുമില്ലാതെ പറയുന്നത് ഞാൻ വിചാരിച്ചില്ല. ഗൗരിക്കുട്ടി മിടുക്കിയായിട്ട് പഠിച്ച് അസലായിട്ട് പറഞ്ഞു കേട്ടോ. വളരെ നന്നായിരുന്നു. ദിവസവും ജപിക്കണം. ഇതില് കുറച്ച് ഭാഗങ്ങളും ഡെയിലി ജപിക്കണം കേട്ടോ. 5-6 മിനിറ്റോടെ വരുള്ളൂ. 6 മിനിറ്റേ വരുള്ളൂ. എല്ലാ ദിവസവും ജപിച്ചാൽ ശ്രീരാമേന്ദ്രസ്വാമിയുടെ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. കുഞ്ഞിന് നല്ല ഒരു ഭാവി ഉണ്ടാകും. അപ്പൊ നമുക്ക് അന്ന് ഡാൻസിന് വരാൻ പറ്റാത്തതിന്റെ സങ്കടം ഇപ്പൊ മാറിയില്ലേ? അന്ന് വഴിയിൽ പെട്ടുപോയി, വണ്ടി കേടായിട്ടല്ലേ. നമുക്ക് അടുത്ത വർഷം നമുക്ക് അവതരിപ്പിക്കാം. അടുത്ത വർഷത്തെ ക്യാമ്പില് നമുക്ക് സൂപ്പറായിട്ട് അവതരിപ്പിക്കാം. ഇപ്പൊ കുഞ്ഞ് വളരെ നന്നായിട്ട് അവതരിപ്പിച്ചു. അപ്പൊ അന്നത്തെ സങ്കടം ഇപ്പൊ അങ്ങോട്ട് മാറി. ഓക്കെ, ഇനി നമ്മുടെ സൂര്യനാരായണൻ, രാജേശ്വരി രണ്ടുപേര് വരിക. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ രാധായ സീതായ പതയേ നമഃ. മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിപരാംബതിഷ്ഠം പാദാത്മജം വാരണയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാമനാമി. രാമ 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 പാഹി മാം. രാഘവ മനോഹര മുകുന്ദ രാമ പാഹി മാം. രാവണാന്തക മുകുന്ദ രാമ രാമ പാഹി മാം. ഭക്തിബുദ്ധിദായക പുരന്ദരാതിസേവിത ഭാഗ്യവാരി ജയ മുകുന്ദ രാമ പാഹി മാം. ദീനതാകൾ നീക്കി നീ അനുഗ്രഹിക്ക സാദരം മാനവാശിക്കാമണേ മുകുന്ദ രാമ പാഹി മാം. നിൻചരീതമോതുവാൻ നിലവിലോർമ്മ തോന്നണം പഞ്ചസായ കോപമാ മുകുന്ദ രാമ പാഹി മാം. ശങ്കര സദാശിവ നമഃശിവായ ചന്ദ്രശേഖര ഭഗവത് ഭക്തി കൊണ്ടു ഞാനിതേ രാമമന്ത്രമോത്തിടുന്നു ആമയങ്ങൾ നീങ്ങുവാൻ. രാമ രാഘവ മുകുന്ദ രാമ രാമ പാഹി. ഭക്തിയോട് സന്ധ്യനാമ കീർത്തനം കഥിച്ചു ഞാൻ മുക്തി വന്നിടാൻ മുകുന്ദ രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം.
സൂര്യനാരായണൻ നന്നായിട്ട് ചൊല്ലി കേട്ടോ, ദിവസവും ജപിക്കണം. അപ്പൊ ആ. കൂടുതലായിട്ടൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ കേട്ടോ കുഞ്ഞിനെ. ഓക്കെ, രാജേശ്വരി. മനോജവം മാരുത തുല്യവേഗം ഹിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം പാദാത്മജം ആയുധമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. രാമ 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 പാഹി മാം. രാഘവ മനോഹര മുകുന്ദ രാമ പാഹി മാം. രാവണാന്തക മുകുന്ദ രാമ പാഹി മാം. ഭക്തി മുക്തിദായക പുരന്ദരാദിസേവിത ഭാഗ്യവാരിതേ ജയ മുകുന്ദര പാഹി മാം. ദീനതകൾ നീക്കി നീ അനുഗ്രഹിക്ക സാദരം മാനവാശികാമണേ മുകുന്ദര പാഹി മാം. നിച്ചരീതി ബോധവാൻ നിലവിലോർമ്മ തോന്നണം പഞ്ചസായ കോപമാ മുകുന്ദ രാമ പാഹി മാം. ശങ്കര സദാശിവ നമ ശിവായ മംഗള ചന്ദ്രശേഖര ഭഗവൽ ഭക്തി കൊണ്ടു ഞാനിതാ രാമമന്ത്രമോത്തിടുന്നു ആമയങ്ങൾ നീങ്ങുവാൻ. രാമരാഗ മുകുന്ദ രാമ രാമ പാഹി മാം. ഭക്തിയോടും സന്ധ്യനാമ കീർത്തനം കഥിച്ചു ഞാൻ മുക്തി വന്നിടാൻ മുകുന്ദ രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചരണേ മുകുന്ദ രാമ പാഹി മാം. രാജേശ്വരി നന്നായിട്ട് ചൊല്ലി കേട്ടോ. അടുത്ത പ്രാവശ്യം നമുക്ക് കൂടുതലായിട്ടൊക്കെ പഠിച്ച് ചൊല്ലാനായിട്ട് തയ്യാറാവണം. നന്നായിട്ട് മലയാളമൊക്കെ വായിക്കാൻ പഠിച്ച് അടുത്ത പ്രാവശ്യം കൂടുതൽ സമയം നമുക്ക് ചൊല്ലാൻ പഠിക്കണം കേട്ടോ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ, രണ്ട് കുഞ്ഞുങ്ങളെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സായിറാം. മതിച്ചേട്ടനുണ്ടോ വിനോദയെന്ന്? മതിച്ചേട്ടനെ കണ്ടില്ല. ഓക്കെ, സായിറാം മതിച്ചേട്ടാ. സായിറാം. ഹരേ രാമ ഹരേ രാമ. ഈ കുട്ടികളെ രാമകഥ പഠിപ്പിക്കുവാനായിട്ട് ഭഗവാന്റെ ദൗത്യ നിർവഹണം വഹിക്കുന്ന ശ്രീ വേദാചാര്യൻ പരമേശ്വരനാണ് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നത്. എത്രയോ ശ്രേഷ്ഠമായ കർമ്മമാണ് നിർവഹിക്കുന്നത്. ജീവിതത്തില് ഒരാൾക്കെങ്കിലും ഭഗവത് ഭക്തി ഉണ്ടാകാനായുള്ള മാർഗം തെളിയിച്ചു കൊടുത്താൽ അത് ശ്രേഷ്ഠമായ ധർമ്മം തന്നെയാണ്, പറയാതിരിക്കാൻ നിർവഹിക്കരുത്. അത് ശിരസാവഹിച്ച് ഏറ്റെടുക്കുന്ന കുട്ടികളെ അങ്ങേയറ്റം പ്രകീർത്തിക്കുന്നതിനും ഒരു ലോഭവും കാണിക്കാനായിട്ട് മനസ്സനുവദിക്കുന്നില്ല. രാവണന്റെ സീതാപഹരണം തൊട്ട് ദേവേന്ദ്രന്റെ സീതാ സംരക്ഷണം വരെയുള്ള രാമായണ കഥാഭാഗങ്ങള് ഭംഗിയായി തന്നെ അവതരിപ്പിച്ച കുഞ്ഞുങ്ങൾക്ക് ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ശ്രീരാമസന്ധ്യാനാമം ജപിച്ച ശ്രീനാരായണനും രാജേശ്വരിയും ഗൗരിക്കുട്ടിയും എല്ലാം അങ്ങേയറ്റം പ്രശംസാർഹമായ കാര്യങ്ങളാണ് നിർവഹിച്ചിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ അങ്ങേയറ്റം പിന്തുടരണമെന്ന് മാത്രമേ ഈ വൃദ്ധനായ എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളൂ. അത് നിർവഹിക്കണം എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. നമസ്തേ സാർ, ഞാനിന്ന് വീടിന് പുറത്താ. പക്ഷെ കേട്ടു, എല്ലാരും തന്നെ 5 പേരും വളരെ ഭംഗിയായിട്ട്. അരുന്ധതി നന്നായിട്ട് പറഞ്ഞു. സന്ധ്യാനാമം ചൊല്ലിയ 3 കുഞ്ഞുങ്ങളും വളരെ നന്നായിട്ട് ചൊല്ലി. ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ സന്തോഷം. സായിറാം. സായിറാം. ഈ കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പരമേശ്വരൻ സാറിന് എൻ്റെ
പരമമായ നന്ദി. അതായത് ഏറ്റവും ക്ലിഷ്ടമായ ഒരു കാര്യമാണല്ലോ ചെയ്യുന്നത്. അത് എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. അതുപോലെ കുഞ്ഞുങ്ങൾ ഇത്രയുമൊക്കെ ഈ നമ്മുടെ ഇപ്പോഴത്തെ സമയത്ത്, അതായത് ഈ ഈശ്വര വിചാരം ഒട്ടും ഇല്ലാത്ത ഒരു കാലമാണ് ഇപ്പോൾ. ആ സമയത്ത് ഈ സന്ധ്യാനാമമൊക്കെ ചെല്ലുന്നത് എല്ലാവരും ഒന്ന് ഉണർത്തുന്ന ജോലിയാണ്. അത് എത്രയും കുട്ടികൾ ഇതിൽ പങ്കെടുക്കുന്നോ അത്രയും നമ്മുടെ ചുറ്റുപാടും നന്നാകുമെന്ന് വിചാരിക്കാം. അഭിന, അരുന്ധതി ഇവര് കഥാസാരത്തിൽ കൂടി അക്രമങ്ങളെയും അധർമ്മങ്ങളെയൊക്കെ എങ്ങനെ നീക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു. അത് എല്ലാ കാലത്തും നമ്മൾ പാഠമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഗൗരി, ലക്ഷ്മി, സൂര്യനാരായണൻ, രാജേശ്വരി ഇവരുടെ സന്ധ്യാനാമങ്ങൾ വളരെയധികം നന്നായിരുന്നു. എല്ലാവർക്കും ഇത് ഇനിയും എല്ലാ കാലത്തും തുടരണമെന്ന് അപേക്ഷിക്കുന്നു. ഇവരുടെ പേരൻസിനെയും അത്യധികം അഭിനന്ദിക്കുന്നു. വളരെ സന്തോഷം. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷം, സന്തോഷം. അപ്പോ എല്ലാവരുടെ അനുഗ്രഹവും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അല്ലേ? കുഞ്ഞുങ്ങൾക്ക് ജീവിതത്തില് വേണ്ടത് അതാണ്. മാമി പറഞ്ഞോളൂ. മാമി പറഞ്ഞോളൂ. വേറെ എല്ലാരും പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളത്. പ്രത്യേകതയൊന്നുമില്ല. അഞ്ചാ അത്രയും നന്നായിരുന്നു. എങ്ങനെയാ അത് എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വിഷമമായ കാര്യം. ഓരോ കുട്ടികളും അത്രയും നല്ലപോലെ അത് പ്രസന്റ് ചെയ്യുന്നുണ്ട്. അതും ഈ സന്ധ്യാനാമങ്ങളൊക്കെ ഇത്രയും സ്ഫുടതയോടെ അവർ പഠിച്ചെടുക്കുന്നത് തന്നെ വളരെ ഒരു അനുഗ്രഹമാണ്. അത് ഒരു സാറിന്റെ, പരമേശ്വര സാറിന്റെ ആ പ്രോത്സാഹനം കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. മധുചേട്ടൻ എന്നും പറയുന്നതാണ് ഇത്. എല്ലാവർക്കും എല്ലാം ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, മക്കളെ നന്നായി, എല്ലാവരുടെയും നന്നായി. ഓക്കെ, നമസ്കാരം പരമേശ്വരി. നമസ്കാരം. വളരെ നന്നായിരുന്നു പരമേശ്വരി. എനിക്ക് ഗുരുനാഥനാണ്. ഈ ഒരു കുഞ്ഞുങ്ങളുടെ സന്ധ്യാനാമ സങ്കീർത്തനം, അതുപോലെ രാമായണത്തെ ആസ്പദമാക്കിയുള്ള ക്വസ്റ്റ്യൻ ആൻസറും എല്ലാം വളരെ അതിശയം തോന്നാണ്. ഈ കുഞ്ഞു മനസ്സിലെ അവർക്കൊരു അവസരം ഒരുക്കി കൊടുത്ത പരമേശ്വർജിക്കും അതിൽ ആവാനുള്ള കുഞ്ഞുങ്ങളും അവരെല്ലാവരും സൗഭാഗ്യമുള്ളവരാണ്. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. അത് മാത്രമല്ല, ചെറുതിലെ എന്ത് നമ്മൾ പഠിച്ചാലും എത്ര വർഷം കഴിഞ്ഞാലും അത് ഓർമ്മ കാണുമെന്നുള്ളതാണ്. പണ്ടൊക്കെ ഓരോ മന്ത്രങ്ങളെ കുഞ്ഞുനാളിലൊക്കെ നമ്മൾ പഠിച്ചാൽ വയസ്സായ പോലെ അതിൻ്റെ അർത്ഥം അറിയില്ലെങ്കിൽ പോലും അത് മനസ്സിലുണ്ടാവും. അപ്പോൾ ഈ കുഞ്ഞുനാളിലുള്ള ശീലങ്ങളൊക്കെ അവരുടെ ഏറ്റവും ജീവിതത്തിൽ ഉടനീളം അവർക്ക് വഴികാട്ടിയായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഓരോ കുഞ്ഞുങ്ങളെയും പേരെടുത്ത് പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. അനുജയ തുടങ്ങി ബാക്കി എല്ലാവരെയും പേരെനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ലെങ്കിലും ഗൗരി, എല്ലാവർക്കും എൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനകളും. നന്ദി സാർ. എന്തായാലും കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ മുതിർന്ന ആൾക്കാരുടെയും അനുഗ്രഹം ലഭിക്കുന്നത് വലിയൊരു കാര്യമാണ്, നിസ്സാര കാര്യമല്ല. അത് ഈ സൽപ്രവൃത്തിയിലേ അത് നടക്കുള്ളൂ. ഈശ്വര കാര്യങ്ങൾ എന്ത് ചെയ്താലും അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കും. അല്ലാതെ നമ്മൾ പുറത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ ഈ ഒരു അനുഗ്രഹം ഇതിൽ കൂടെ വരില്ല. അതാ തത്സമയം ഒരു സന്തോഷം ഉണ്ടാവും എന്നുള്ളതേ ഉള്ളൂ. ഏതായാലും നിങ്ങളെല്ലാവരും, കുഞ്ഞുങ്ങളെല്ലാവരും ഇങ്ങനെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കാണിക്കുന്ന താല്പര്യം, അതിനുവേണ്ടി കുട്ടികളുടെ പാരൻസ്, അച്ഛനമ്മമാര് സമയം കണ്ടെത്തുകയും ആ കുട്ടികളെ തയ്യാറാക്കി ഇരുത്തുകയും പ്രാക്ടീസിനും റിഹേഴ്സലിനും ഒക്കെ സമയം കണ്ടെത്തി അത് ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ഈ പ്രോഗ്രാം, മഠം നടത്തുന്ന ഈ ഒരു പരിപാടി വളരെ വിജയം ഉണ്ടാകുവാനുള്ള കാരണം തന്നെ പാരൻസിൻ്റെ ഇതിനോടുള്ള താല്പര്യമാണ്. കുട്ടികളുടെ ആ പ്രായമല്ലേ, അവർക്ക് കുട്ടിത്തം മാറിയിട്ടുണ്ടല്ലോ. അപ്പൊ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്കിതിൽ ടേസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് അത് വലിയൊരു കാര്യമാണ്. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഈ കാര്യങ്ങളിൽ വളരെയധികം താല്പര്യമുള്ളവരായി മാറിയിട്ടുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അത് നിലനിർത്താൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ കുഞ്ഞുങ്ങളെയും പാരൻസിനെയും. ഇനിയും
കൂട്ടുകാരെയൊക്കെ കൊണ്ടുവരിക. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ, ഇതിന്റെ റെക്കോർഡിങ് നമ്മൾ ഇടുന്നത് അതിന് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഇടുന്നത് പ്രശസ്തിക്ക് വേണ്ടിയിട്ടല്ല. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് കാണിച്ചിട്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് സ്വാമിയാർ മഠത്തില്, ഞങ്ങൾ ഇതൊക്കെ പഠിക്കുന്നുണ്ട്, നിങ്ങൾക്കും ഇതൊക്കെ പറ്റും എന്ന് അവരോട് പറയണം. എല്ലാ ദിവസവും വൈകുന്നേരം 6 മണി മുതൽ ഓൺലൈനിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കും. നിങ്ങൾക്ക് മഠത്തിലേക്ക് വരാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് ഇതൊക്കെ പഠിക്കാനുള്ള അവസരങ്ങളുണ്ട് എന്നൊക്കെ നിങ്ങൾ കൂട്ടുകാരോട് പറഞ്ഞ് മനസ്സിലാക്കണം. പാർവതിയൊക്കെ അങ്ങനെ 1-2 കൂട്ടുകാരെ കൊണ്ടുവന്ന കൂട്ടത്തിലാണ്. അവരെ ഞാൻ കണ്ടിട്ടേ ഇല്ല, പക്ഷെ ആ കുട്ടികൾ ഓൺലൈനിൽ വരാറുണ്ട്, കുറെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. തീർത്ഥയാണ് പാർവതിയെ കൊണ്ടുവന്നത്. ഇങ്ങനെ കുറെ കുട്ടികൾ അങ്ങനെ ഓരോരുത്തരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാവരും ഉത്സാഹിച്ചാൽ നമുക്ക് നല്ല ഒരു ഗ്രൂപ്പ് നമുക്കുണ്ടാവും. നിങ്ങളൊക്കെ വലുതാവുമ്പോൾ നല്ല നല്ല ഓഫീസുകളിൽ നിങ്ങൾ കൈക്കൂലിയൊന്നും മേടിക്കാത്ത പൊതുജനങ്ങളെ സഹായിക്കുന്ന, പ്രായമായവരെ സഹായിക്കുന്ന നല്ല ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന സൽപ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറുമ്പോൾ അതിൻ്റെ ഗുണം ആ സമൂഹത്തിനുണ്ടാകും. എല്ലാവരും സന്തോഷമായിട്ടിരിക്കും. അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വീണ്ടും നാളെ കാണാം. നാളെ എല്ലാവരും നേരത്തെ തന്നെ ഇതുപോലെ കയറണം. നാളെ പ്രഭാഷണം അവതരിപ്പിക്കുന്നത് തീർത്ഥായ രമാകാന്ത്, പാർവതി PR, ധനഞ്ജയ് V നായരാണ് നാളെ സന്ധ്യാനാമം ചൊല്ലുന്നത്. എല്ലാവരും നേരത്തെ വന്ന് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുക. എല്ലാവർക്കും നമസ്കാരം. നാളെ വീണ്ടും നമുക്ക് നേരത്തെ കാണാം.